ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിക്കുകയുണ്ടായി. അവൻ അങ്ങനെ അവതരിക്കുവാനുള്ള കാരണം മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിക്കുവാൻ വേണ്ടിയാണ് അവൻ വന്നത്. ഇവിടെ മരിക്കുവാൻ വേണ്ടി തയ്യാറെടുത്ത ആരും വരുന്നില്ല. എന്നാൽ അവരെല്ലാം മരിക്കുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മരിക്കുവാൻ വേണ്ടി മാത്രമാണ് വന്നത്. എന്താണ് അതിൻ്റെ ലക്ഷ്യം? ലോകത്തിലെ സർവ്വ ആളുകളും പാപത്താൽ മരിച്ച് കിടക്കുമ്പോൾ അവരുടെ പാപമരണത്തിൽ നിന്നും നിത്യമായ മരണത്തിൽ നിന്നും അവരെ വിടുവിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു താൻ തന്നെ കാൽവറിയിൽ യാഗമായി തീർന്നു. ആ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് കാട്ടുന്ന ഒരു ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. അവൻ്റെ 33 തിരുവയസ്സിൽ കാൽവറിയിൽ ക്രൂശിൽ അവൻ മരിക്കുവാനിടയായി തീർന്നു. ആ ക്രൂശിൽ നിന്ന് അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ട് എന്ത് എന്ന് ചോദിച്ച് അലറിക്കരഞ്ഞുകൊണ്ട് അവൻ സ്വന്തം പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നു. അത് സാധാരണ മരണമല്ലായിരുന്നു. ആ മരണം ലോകത്തിലെ സകല പാപികളുടെയും പാപപരിഹാരത്തിന് വേണ്ടിയുള്ള മരണമായിരുന്നു. ആ നിലവിളി ശബ്ദമാണ് ഗാൽഗുത്ത മലയിൽ നിന്ന് കേൾക്കുന്നത്. മനോഹരമായ ഗാനം ശ്രമിക്കാം. ഗാൽഗുത്ത മലയിൽ നിന്നും എന്ന ഗാനം സഹോദരൻ ജോഷി ജോർജ് ആലപിക്കുന്നു.
മാറ്റൊലി കേൾക്കൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? മുന്തിരി ചാറൊരുക്കി വച്ചു. എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. മുന്തിരി ഞാൻ നട്ടു മുന്തിരി ചാറൊരുക്കി വച്ചു. എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾക്കൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ശിരസിൻ മുൾമുടി ചാർത്തി നിങ്ങളെന്നിൽ ചെന്നിണം തൂകി. രാജചെങ്കോലേകി വാഴിപ്പൂ
ഒരിക്കൽ ഒരു രാജാവ് ഈ ലോകത്തിൽ ജനിച്ചു. രാജാവ് സാധാരണ ജനിക്കുന്നത് രാജകൊട്ടാരത്തിൽ ആയിരിക്കണമല്ലോ. എന്നാൽ ഈ രാജാവ് ജനിച്ചത് രാജകൊട്ടാരത്തിലല്ല. ഈ രാജാവ് ജനിച്ചത് ആട്ടിൻകുട്ടികളെ കെട്ടുന്ന, പശുവിനെ കെട്ടുന്ന തൊഴുത്തിലാണ് അവനെ എടുത്ത് കിടത്തിയത്. രാജകൊട്ടാരത്തിൻ്റെ ആഡംബരങ്ങളോ രാജകൊട്ടാരത്തിൻ്റെ സുഖങ്ങളോ പരിവാരങ്ങളോ ഒന്നും അവന് ഉണ്ടായിരുന്നില്ല. അവൻ ജനിച്ചപ്പോൾ പശുശാലയിൽ ജനിച്ചു. അവന് ഒരു നല്ല തുണി പോലും ഉടുക്കുവാനായി അവിടെ ലഭിച്ചില്ല. പഴന്തുണി മാത്രമാണ് അവന് ലഭിച്ചത്. ഈ ശിശുവിനെ സംബന്ധിച്ച് ഒരു കാര്യം ഓർക്കണം, അവൻ മഹാധനവാനാണ്, സകലധനത്തിൻ്റെയും ഉടയതാവാണ്. എന്നാൽ അങ്ങനെയുള്ള ആ ശിശു കേവലം പശുശാലയിൽ ജനിക്കുവാനും തീറ്റുശീലയിൽ ചുറ്റപ്പെടുവാനും ഇടയായിത്തീർന്നത് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമാണ്. എന്നാൽ വിശ്വസിച്ചേ മതിയാവൂ. ഇന്നേക്ക് 2000-ലധികം വർഷം മുമ്പായി ഈ ലോകത്തിൽ ഒരു ശിശുവായി ദൈവപുത്രനായ യേശുക്രിസ്തു ജനിച്ചു. അവൻ്റെ ജനനമാണ് നസറേത്തിൽ നടന്നത്. ആ കർത്താവായ യേശുക്രിസ്തു ജനിച്ചപ്പോൾ പരിവാരങ്ങൾ ഇല്ലാതെ, ആഡംബരങ്ങൾ ഇല്ലാതെ, ധനസമൃദ്ധിയില്ലാതെ നമ്മെപ്പോലെ ഒരു മനുഷ്യനായി ജനിച്ചു. അത് അവൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകതയാണ്. അവൻ എന്നാൽ ദൈവമാണ്, ദൈവപുത്രനാണ്. ആ യേശുക്രിസ്തുവിനെ വരവിനെ ഓർപ്പിക്കുന്ന, ജനനത്തെ ഓർപ്പിക്കുന്ന മനോഹരമായ ഒരു ഗാനം, ദൈവ കരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. സുതൻ പശുശാലയിൽ നരനായി, ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ.
ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സമനസാ. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സമനസാ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം. കുരിശു ചുമന്നവൻ ഇരുമുകളേറി. കുരിശു ചുമന്നവൻ ഇരുമുകളേറി. പിരിച്ചു കൈകാലുകളെ അതിന്മേ. കുരിശു ചുമന്നവൻ ഇരുമുകളേറി. പിരിച്ചു കൈകാലുകളെ അതിന്മേ. ശരിക്കിരുമ്പാണികൾ തറപ്പതിൽ ആയതു സ്മരിക്കുകിൽ വിസ്മയനീയം. ശരിക്കിരുമ്പാണികൾ തറപ്പതിനായതു സ്മരിക്കുകിൽ വിസ്മയനീയം. ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം.
അനുദിനമനവധി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജനമവന് കനിവൊരു കണികയുമെന്നിയെ നൽകിയ കഴുമരം ചുമപ്പതും കാൺമീ കനിവൊരു കണികയുമെന്നിയെ നൽകിയ കഴുമരം ചുമപ്പതും കാൺമീ ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ ദൈവകരുണയിൽ ധനമാഹാത്മ്യം നിരാശയിൽ കഴിയുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചാൽ അവന് പറയുവാനുള്ള മറുപടി എനിക്കാരുമില്ല. ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരുവനോട് ചോദിച്ചാൽ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവൻ പറയും എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എൻ്റെ മാതാവ് എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ മക്കളും എന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ആരും തകർന്നു പോകും. ഈ ലോകത്തിൽ ആരും സ്നേഹിച്ചില്ലെങ്കിലും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിലെ എല്ലാവരും കൈവിടട്ടെ, എല്ലാവരും മാറിപ്പോകട്ടെ, ആരും തുണയായി നിൽക്കാതിരിക്കട്ടെ, പക്ഷേ ആ അവസ്ഥയിലും താങ്കും തണലുമായി അരികെ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ മാതാവ് നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് മാതാവായിട്ടിരിക്കും. നിന്റെ പിതാവ് നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് പിതാവായിട്ടിരിക്കും. നിന്റെ സഹോദരങ്ങളാണ് നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ നിങ്ങൾക്ക് സഹോദരനായിട്ട് സഹായമായി ഇരിക്കും. നമ്മുടെ കർത്താവ് ഏത് പ്രയാസത്തിൽ കഴിയുന്നവനെയും തള്ളിക്കളയുകയില്ല. അവൻ ആശ്വാസം പകരുന്നവനാണ്. സ്നേഹിത, നീയും ദുഃഖത്തിലും നിരാശയിലും കഴിയുകയാണെങ്കിൽ, ആത്മഹത്യയുടെ വക്കിലാണെങ്കിൽ നീ അതിന് തുനിയരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ പാട്ടുകാരൻ പാടുന്ന ഇങ്ങനെയാണ്: എൻ്റെ അപ്പാവ് നീയാണ്, എൻ്റെ അമ്മാവ് നീയാണ്, എൻ്റെ പേര് ചൊല്ലി വിളിച്ചവൻ നീയാണ്. ഈ ഉലകിൽ ആരും എന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും അങ്ങ് എന്നോട് കൂടെ ഉണ്ട്. എൻ്റെ ഈ ശരീരത്തിൽ ജീവൻ നിൽക്കുന്നത് അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ചാൽ ആ ദൈവം നിനക്ക് സഹായനായി, പിതാവായി, മാതാവായി ഇരിക്കും. ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തമിഴ് ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. അപ്പാവ് നീരെ എങ്കിൽ അമ്മാവ് നീരെ എന്ന ഗാനം സഹോദരൻ ജോഷി ജോർജ് ആലപിക്കും.
சொல்லி அழைத்தீரே, என்னை அள்ளி அழைத்தீரே. அப்பாவும் நீரே, எங்கள் அம்மாவும் நீரே, பேர் சொல்லி அழைத்தீரே, என்னை அள்ளி அழைத்தீரே. இந்த உலகில் உம்மை தவிர எனக்கு எவரும் இல்லையே, இந்த உலகில் உயிர் கொட்டியிருப்பது உமது கிருபையே. அப்பாவும் நீரே, எங்கள் அம்மாவும் நீரே, பேர் சொல்லி அழைத்தீரே, என்னை அள்ளி அழைத்தீரே. பார்த்திருந்தேன், தந்தை முகம் பார்த்ததில்லை. சொந்தம் என்றும் பந்தம் என்றும் சொல்லிக்கொள்ள எவரும் இல்லை. தாய் முகத்தை பார்த்திருந்தேன், தந்தை முகம் பார்த்ததில்லை. சொந்தம் என்றும் பந்தம் என்றும் சொல்லிக்கொள்ள எவரும் இல்லை. பேர் சொல்லி அழைத்தீரே, என்னை அள்ளி அழைத்தீரே. அப்பாவும் நீரே, எங்கள் அம்மாவும் நீரே, பேர் சொல்லி அழைத்தீரே, என்னை அள்ளி அழைத்தீரே. என்று சொல்லி எழுதார் இயேசு அது சகிப்பதில்லை. பிள்ளைகள் நாம் அழுதார் அப்பா மனம் பொறுப்பதில்லை. இல்லை என்று சொல்லி எழுதார் இயேசு அது சகிப்பதில்லை. பிள்ளைகள் நாம் அழுதால் அப்பா மனம் பொறுப்பதில்லை. நீர் மட்டும் இல்லை என்றால் நான் உயிர் வாழ்வதுமில்லை. நீர் மட்டும் இல்லை என்றால் நான் உயிர் வாழ்வதுமில்லை. அப்பாவும் நீரே, எங்கள் அம்மாவும் நீரே, பேர் சொல்லி அழைத்தீரே, என்னை அள்ளி அழைத்தீரே. அப்பாவும் நீரே, எங்கள் அம்மாவும் நீரே, பேர் சொல்லி அழைத்தீரே, என்னை அள்ளி அழைத்தீரே. இந்த உலகில் உம்மை தவிர எனக்கு எவரும் இல்லையே. இந்த உடலில் உயிர் ஒட்டியிருப்பது உமது கிருபையே. அம்மாவும் நீரே, எங்கள் அப்பாவும் நீரே, பேர் சொல்லி அழைத்தீரே, என்னை அள்ளி அழைத்தீரே, பேர் சொல்லி
അല്ലിയനിത്തീരേ എന്നെ അല്ലിയനിത്തീരേ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം എന്ന് നമ്മൾ പാടാറുണ്ട്. എന്നാൽ അങ്ങനെ പാടുമ്പോഴും ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൽ അത്ര സുഖകരമല്ല. എന്തെന്ന് ചോദിച്ചാൽ, ഒരു ക്രിസ്ത്യാനിയായി മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിലുള്ള ആളുകളൊക്കെ നമ്മെ വെറുത്തെന്ന് വരാം. കാരണം ക്രിസ്ത്യാനിയുടെ ജീവിതം ലോകത്തോട് അനുരൂപമായ ജീവിതമല്ല, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ജീവിതമായതുകൊണ്ട് ലോകം അവനെ തുണച്ചു എന്ന് വരികയില്ല. ലോകക്കാർ വെറുക്കും. നമ്മോട് കൂടെ ഇരിക്കുന്നവർ നമ്മെ തള്ളിപ്പറയും. ലോകം നമ്മെ ആക്ഷേപിക്കും. ഈ ലോകത്തിൽ നന്മകളൊക്കെ അനുഭവിക്കാനായി ദൈവം തന്നിരിക്കുകയാണ്, സുഖങ്ങളൊക്കെ അനുഭവിക്കുവാൻ ദൈവം തന്നിരിക്കുകയാണ്. പക്ഷേ അതൊന്നും വേണ്ട എന്ന് വെച്ച് കേവലം ലളിതമായ ജീവിതം നയിക്കുന്ന ക്രിസ്ത്യാനികളെ നോക്കി ആളുകൾ പറയും, ഇവരത്തെ ഭോഷന്മാരാണ് എന്ന് പറയും. അങ്ങനെ പരിഹസിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ പരിഹസിച്ചാലും ആളുകൾ തള്ളിക്കളഞ്ഞാലും നിന്ന അനുഭവിക്കേണ്ടി വന്നാലും നമ്മെ തള്ളിക്കളയാത്തൊരു കർത്താവുണ്ട്. നമ്മുടെ പക്ഷമായിട്ട് കർത്താവുണ്ടായിരിക്കും. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദമീ വിശ്വാസം, എത്ര ബോധം പാഠത്തിൽ ജീവിക്കണം. ഒരു ഭക്തന് അതാണ് പാടാനുള്ളത്. മനോഹരമായ ഗാനം ശ്രദ്ധിക്കാം. പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദ ഈ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നെപ്പോഴും
ആശ്വസിക്കും ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം യേശുയൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദം ഈ ഭൂവിൽ വാസം എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന ക്ഷേമം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം തോന്നിയാലും ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം തോന്നിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി എൻ പ്രാണനാഥൻ പോയതായ പാദമതി യേശുയൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന വേഗം വരാമെന്നുരച്ച നാഥ നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ വേഗം വരാമെന്നുരച്ച നാഥ നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ യേശുയൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധി അത് മനോഹരമായ സന്നിധിയാണ്. ഒരിക്കൽ ഒരു സ്ത്രീ അവരുടെ ഒരു വർഷത്തെ സമ്പാദ്യമായ പരിമള തൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ പാദത്തിൽ ഒഴിച്ച് അവൻ്റെ കാൽകരങ്ങൾ അവൻ്റെ കാല് കഴുകി അവൻ്റെ പാദം ആ തൈലം കൊണ്ട് പൂശി അവളുടെ തലമുടി കൊണ്ട് തുവർത്തി കർത്താവിനെ ബഹുമാനിക്കുകയുണ്ടായി. എന്താണ് അങ്ങനെ ചെയ്തത്? കർത്താവിൻ്റെ പാദം അത് ആശ്വാസ ഇടമാണ്, അത് പാപപരിഹാര ഇടമാണ്, സന്തോഷ ഇടമാണ്. അവിടേക്ക് ചെന്നാൽ അവന് ആശ്രയമുണ്ട്. കർത്താവിൻ്റെ പാദത്തെങ്കിൽ ഇരുന്ന് വചനം പഠിച്ച മറിയെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവൻ്റെ പാദത്തിൽ ആശ്രയിക്കുന്നവരെ തള്ളിക്കളയാത്ത കാരുണ്യവാനായ ഒരു നല്ല നായകനാണ് കർത്താവ്. ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായ മനോഹരമായ ഒരു ഗാനം, കരുണാകരനെ പാദം ശരണം എന്ന് ആരംഭിക്കുന്ന മനോഹരമായ ഗാനം സഹോദരൻ ജോഷി ജോർജ് ആലപിക്കുന്നു. നമുക്ക് കേൾക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. കരുണാകരനെ പാദം ശരണം, കാരുണ്യനായകനെ കരുണാകരനെ പാദം ശരണം, കാരുണ്യനായകനെ കരുണാകരനെ പാദം ശരണം.
തിരുവായി മലർന്ന അഴകാന വടിവേ തിരുവായി മലർന്ന അഴകാന വടിവേ ദുഃഖമെല്ലാം നീക്കും തിരുവസനം തിരുവായി മലർന്ന അഴകാന വടിവേ ദുഃഖമെല്ലാം നീക്കും തിരുവസനം കരുണാകരനേ പാദം ശരണം കാരുണ്യനായകനേ കരുണാകരനേ പാദം ശരണം കാരുണ്യനായകനേ കരുണാകരനേ പാദം ശരണം ആ ആ ஆதாமினாலே வந்த பாவங்களை நீக்கி அருணோதயம் போல என்னை பரிசுத்தமாக்கி ஆதாமினாலே வந்த பாவங்களை நீக்கி அருணோதயம் போல என்னை பரிசுத்தமாக்கி ஆதாமினாலே வந்த பாவங்களை நீக்கி அருணோதயம் போல என்னை பரிசுத்தமாக்கி திருப்பாதைகள் என்றும் என் சரணம் காரிருள் நீக்கிடும் திருவசனம் திருப்பாதைகள் என்றும் என் சரணம் காரிருள் நீக்கிடும் திருவசனம் கருணாகரனே பாதம் சரணம் காருண்யநாயகனே கருணாகரனே பாதம் சரணம் காருண்யநாயகனே கருணாகரனே பாதம் சரணம் അടുത്ത ഒരു ഗാനത്തിലൂടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഗാനത്തിൻ്റെ ഉള്ളടക്കം പ്രത്യേകം സിദ്ധായമാണ്. ആ ഗാനത്തിൻ്റെ പ്രാരംഭത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കാഹളം മുഴക്കിടും, ദൂതരാർത്തു പാടിടും. ഇതെന്താണ് ഈ ഗായകൻ എഴുത്തുകാരൻ ഓർപ്പിച്ചിരിക്കുന്നത്? ഒരു കാഹളം മുഴങ്ങാൻ പോകുന്നു. എന്താണ് ആ കാഹളം? ഏതാണ് ആ കാഹളം?
ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ അവർ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് പോയപ്പോൾ ദൈവം അവരെ ഒരുമിച്ച് കൂട്ടുവാനും അവരൊക്കെ യാത്ര പുറപ്പെടാനുള്ള അനുവാദം കൊടുക്കുവാനും ഒക്കെയായി കാഹളം നാദം ഉപയോഗിച്ചിരുന്നു. ഈ രണ്ട് കാഹളത്തിൻ്റെയും ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. കാഹളം ഊതുന്നതിന് വ്യത്യസ്തമായ രീതികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരുമിച്ച് കൂടാനുള്ള കാഹളമായിരിക്കില്ല പുറപ്പെടാനുള്ള കാഹള ശബ്ദം. ഇത് രണ്ടും വ്യത്യസ്തമാണ്. എന്നാൽ ഇതുപോലെയുള്ള ഒരു കാഹള ധ്വനി കേൾക്കുവാൻ പോവുകയാണ്. ആ കാഹളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുമിച്ച് കൂടാനും പുറപ്പെടുവാനുമുള്ള ഒരു കാഹളം മാത്രമായിരിക്കും. ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കുവാനും ഒരുമിച്ച് കൂട്ടുവാനും രണ്ടുവിധ കാഹള ശബ്ദങ്ങൾ ഉപയോഗിച്ചെങ്കിൽ ഇനിയും മുഴങ്ങുവാൻ പോകുന്ന കാഹളം ഒരു ശബ്ദം മാത്രമാണ്. പക്ഷെ അതിന് രണ്ടർത്ഥമുണ്ട്: ഒരുമിച്ച് കൂടുക, പുറപ്പെടുക. എന്താണ് ആ സംഭവം? ബൈബിളിൽ പരിശോധിച്ചാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകളിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: അന്ത്യ കാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, മരിച്ചവർ ഉയിർക്കും. അങ്ങനെ ഒരു പ്രത്യേകമായ സംഭവം ഇനി നടക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ വിശദീകരിച്ച് പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിലാണ് ഈ ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുന്നത്. എന്താണ് അവർ സംഭവിക്കുന്നത്? അനന്തവിദൂര ഭാവിയിൽ ലോകത്തിലെ ആളുകൾക്ക് കാണുവാൻ കഴിയാതെ വണ്ണവും മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണവും ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് മാത്രം കേൾക്കുവാൻ കഴിയുന്ന കാഹളമാണ് ദൈവത്തിൻ്റെ കാഹളം. ആ കാഹളം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ദൈവപുത്രനായ യേശു അവൻ്റെ ഗംഭീരനാദം മുഴക്കും. എന്താണ് അവൻ്റെ ഗംഭീരനാദം? അവൻ ദൈവമായതുകൊണ്ടും ദൈവപുത്രനായതുകൊണ്ടും അവൻ്റെ ഗംഭീരനാദത്തിന് പ്രത്യേകതയുണ്ട്. ആ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഭൂമിയിൽ കർത്താവിൽ വിശ്വസിച്ച് മരിച്ച ആളുകൾ, രക്തസാക്ഷികളായ ആളുകൾ, ദൈവഭക്തന്മാരായ ആളുകൾ, ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഒന്നാമതായി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തു, ഒരിക്കൽ പ്രത്യക്ഷനായ യേശുക്രിസ്തു, അതായത് ഇന്നേക്ക് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പായി ഈ ഭൂമിയിൽ ദൈവപുത്രൻ മനുഷ്യനായി ജനിക്കുകയുണ്ടായി. ഇന്ന് പാടിയ പാട്ടുകളിലൊക്കെ ആ കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു അവതരിച്ചില്ല എന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. കാരണം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും നാളത്തെ ഡേറ്റ് പറയുമ്പോൾ ഇങ്ങനെ പറയും: 7-ാം തീയതി 8-ാം മാസം 2026 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം, ഈ ലോകത്തിലെ അവൻ്റെ വരവിന് ശേഷം ഉള്ള 2026 വർഷങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ലോകത്തിൽ ജീവിക്കുന്ന ദൈവഭക്തനോ ദൈവഭക്തി ഇല്ലാത്തവനോ നിരീശ്വരവാദിയോ എന്ന് വ്യത്യാസം കൂടാതെ, മതവ്യത്യാസം കൂടാതെ എല്ലാവരും ഒരുമിച്ച് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നുള്ള ചരിത്ര സംഭവമായിട്ട് ബിഫോർ ക്രൈസ്റ്റ് എന്നും ആനോ ഡൊമിനി എന്നുമുള്ള രണ്ട് പദപ്പേരുകൾ കൊണ്ട് ചരിത്രത്തിന് മധ്യേ അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ അവൻ്റെ 33 വയസ്സിൽ പരമയാഗമായി തീർന്നു, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി. ആ പാപപരിഹാര ബലിയിലൂടെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന
ഓരോ വിശ്വാസിയും കർത്താവിൻ്റെ ഭക്തയായി ജീവിക്കുന്നു. അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭക്തിയോടുള്ള ജീവൻ നയിച്ച് മുന്നോട്ട് പോകുന്നു, ഒപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. മാത്രമല്ല, ഈ കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കാൻ വേണ്ടി അവർ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗംഭീരനാദം കേൾക്കുന്ന മാത്രയിൽ കർത്താവിൽ മരിച്ച മൃതന്മാരായ ആളുകളുടെ ശരീരങ്ങൾ ജീവൻ പ്രാപിക്കും, തിരികെ ജീവൻ പ്രാപിക്കും. അങ്ങനെ അവർ ജീവനുള്ളവരായി മാറ്റപ്പെടും. അപ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അവർക്ക് ജീവൻ ലഭിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ശരീരത്തിന് പ്രത്യേകതയുണ്ട്. മൺമയമായ ശരീരം മാറി വിൺമയമായ ശരീരം ലഭിക്കും. ഈ ലോകത്തിൻ്റെ ദ്രവത്വമുള്ള ശരീരം മാറി അദ്രവത്വമുള്ള ശരീരം ലഭിക്കും. ഈ ലോകത്തിൻ്റെ തേജസ്സില്ലാത്ത ശരീരം മാറിയിട്ട് തേജസ്കരിക്കപ്പെട്ട തേജസ്സുള്ള ഒരു ശരീരം ലഭിക്കാൻ പോവുകയാണ്. മൺമയമായ ശരീരമാണെങ്കിൽ വിൺമയമായ സ്വർഗീയമായ ഒരു ശരീരം പ്രാപിച്ച് അവരെല്ലാവരും ഉയിർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ കർത്താവിൽ മരിച്ച് അടക്കപ്പെട്ട മൃതന്മാരായ ആളുകളുടെ ശരീരങ്ങൾ ജീവൻ പ്രാപിച്ച് പുതു ശരീര അംഗങ്ങളായി അവർ എഴുന്നേറ്റ് വരുന്നതായ ഒരു ദിവസം വരാൻ പോകുകയാണ്. അപ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്, ജീവനോട് ശേഷിക്കുന്ന ഭക്തന്മാരായ ആളുകൾ അവർ മരണം കൂടാതെ അവരെല്ലാവരും രൂപാന്തര ശരീരങ്ങളായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകത്തക്കണം ഒരുക്കപ്പെടുന്ന വേളയിൽ ഒരു കാര്യം കൂടെ കേൾക്കും. പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കും. അതായത് പ്രധാന ദൂതനായ മീഖായേലിന്റെ ശബ്ദം കേൾക്കുന്ന എന്തിനു ചോദിച്ചാൽ, മരിച്ച ശരീരങ്ങളുടെ മേൽ അവൻ്റെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ പിശാചിനെ മാറ്റുവാൻ വേണ്ടി പ്രധാന ദൂതന്റെ ശബ്ദം പുറപ്പെടുമ്പോൾ അന്ധകാര ശക്തിയിൽ മാറി നിൽക്കുകയും വിശുദ്ധന്മാരായ ആളുകളുടെ ശരീരങ്ങൾ എഴുന്നേറ്റ് വരികയും ചെയ്യുമ്പോൾ ഒപ്പം ദൈവം ഒരു കാര്യം പ്രയോഗിക്കും, ദൈവത്തിൻ്റെ കാഹളം മുഴക്കും. സ്തോത്രം. ആ കാഹളനാദം കേൾക്കുമ്പോൾ, ഇവിടെ കയറി വരുവാനുള്ള ശബ്ദം കേൾക്കുമ്പോൾ കർത്താവിൽ മരിച്ച മൃതന്മാരും കർത്താവിൻ്റെ ഭക്തന്മാരായ ആളുകൾ രൂപാന്തരങ്ങളായ ആളുകൾ എല്ലാവരും ചേർന്ന് സ്വർഗ്ഗലോകങ്ങളിലേക്ക് വാനമേഘങ്ങളിലേക്ക് പറന്നുയരുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. സ്തോത്രം. അതുകൊണ്ട് കാഹളം മുഴങ്ങുവാൻ പോകുകയാണ്. ദൂതർ ആർത്തുപാടുവാൻ പോകുകയാണ്. എന്താണ് അവർ പാടുന്നത്? തൻ്റെ ഭക്തന്മാരായ ആളുകൾ കർത്താവ് രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവഭക്തന്മാരായ അവൻ്റെ മക്കളായ ആളുകൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചേർന്ന് കോടാനുകോടി ആളുകൾ ലോകത്തിൻ്റെ 5 വൻകരയിലുള്ള മരിച്ച ഭക്തന്മാർ എല്ലാവരും ഉയർക്കുന്ന കൂട്ടത്തിൽ കർത്താവിന് വേണ്ടി വ്യക്തരായി ജീവിക്കുന്ന രൂപാന്തരങ്ങളായ നമ്മളും ചേർന്ന് ഒരുമിച്ച് ചേർന്ന് കോടാനുകോടി വിശുദ്ധന്മാർ ഒരുമിച്ച് ചേർന്ന് വാനമേഘങ്ങളിൽ മധ്യാകാശത്തിൽ കർത്താവിനെ നിൽക്കുന്ന ദിവസം വരാൻ പോകുന്നു. സ്തോത്രം. അതൊരു മഹാസമ്മേളനമാണ്. ആ മഹാസമ്മേളനത്തിന്റെ പ്രത്യേകത, ഭാഷ വ്യത്യാസമില്ല. ലോകത്തിലെ എല്ലാ ഭാഷക്കാരും അവിടെ എത്തും, എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾ അവിടെ എത്തും, എല്ലാ മതത്തിൽ നിന്നുള്ളവരും എത്തും. എന്നാൽ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ ദൈവത്തിനായി അവതരിച്ച് പാപപരിഹാര ബലിയായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി ആരെ സ്വീകരിച്ച് അവൻ ഭക്തിയായി ജീവിച്ചു, അവരെല്ലാവരും ചേർന്ന് അവൻ്റെ മക്കളായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ മനോഹരമായ സുദിനം, ആ സുദിനം മഹാസന്തോഷമായ ദിനമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം വന്ന് കാണും. നമുക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവിൻ്റെ മുഖം കണ്ട് അവനെ നാം ആരാധിക്കും. ആ ദിവസം വരാൻ പോവുകയാണ്. ഈ ആശയങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്കും ആ കൂട്ടത്തിൽ വാനമേഘത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ കർത്താവിനെ നിങ്ങൾക്കും ആ കൂട്ടത്തിൽ ാണ്. പാപത്തോട് യാത്ര പറയുക, ഈ ലോകത്തിലെ അതേ സുഖങ്ങളോട് യാത്ര പറയുക, ഈ ലോകത്തിലെ ആഡംബരങ്ങളോട് യാത്ര പറയുക, ഈ ലോകത്തിന്റെ ധനങ്ങളോട് യാത്ര പറയുക, ലഹരിയോട് വിട പറയുക, ലോകത്തിന്റെ ചിന്തകളോട് വിട പറയുക, ദൈവത്തെ മാത്രം സ്നേഹിക്കുക. നിനക്ക് വേണ്ടി ചങ്ക് പുലർന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ ധ്യാനിച്ച് അവന് വേണ്ടി ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകാനും ആ സുദിനത്തിൽ കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ അവനോടൊപ്പം ചേരുവാനും ഇടയാകണതിനായി പ്രാർത്ഥനയോട് ഈ ഗാനം ശ്രമിച്ചാലും കാഹളം മുഴക്കിടും, ദൂതർ ആർത്തുപാടിടും എന്ന ഗാനം സഹോദരൻ ജോഷി ജോർജ് ആലപിക്കുന്നു. പ്രാർത്ഥനയോട് നമുക്ക് ശ്രമിക്കാം.
ദൂതരാർത്തു പാടിടും കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. ദൈവ കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. പാടിടും കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. ദൈവ കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. കാഹളം മുഴങ്ങിടും ദൂതരാർത്തു പാടിടും കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. ദൈവ കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. ശുദ്ധരന്നുയർത്തിടും ഹല്ലേലൂയ പാടിടും. ശുദ്ധരന്നുയർത്തിടും ഹല്ലേലൂയ പാടിടും. വല്ലഭന്റെ തേജസ്സെന്നിലും വിളങ്ങിടും. വല്ലഭന്റെ തേജസ്സെന്നിലും വിളങ്ങിടും. കാഹളം മുഴങ്ങിടും ദൂതരാർത്തു പാടിടും കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. ദൈവ കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. കാഹളം മുഴങ്ങിടും ദൂതരാർത്തു പാടിടും കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. ദൈവ കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. പ്രിയനേ പൊന്നു കാന്തനേ എന്നു വന്നു ചേർക്കുമെന്റെ സ്വന്ത വീട്ടിൽ നീ. എന്റെ പ്രിയനേ പൊന്നു കാന്തനേ എന്നു വന്നു ചേർക്കുമെന്റെ സ്വന്ത വീട്ടിൽ നീ. നിൻമുഖം കാണുവാൻ കാൽക്കരം മുത്തുവാൻ ആശയേറും നേ വൈകിടല്ലേ നീ. നിൻമുഖം കാണുവാൻ കാൽക്കരം മുത്തുവാൻ ആശയേറും നേ വൈകിടല്ലേ നീ. കാഹളം മുഴങ്ങിടും ദൂതരാർത്തു പാടിടും കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. ദൈവ കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. കാഹളം മുഴങ്ങിടും ദൂതരാർത്തു പാടിടും കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. ദൈവ കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. ക്ലേശമഖിലവും തീർന്നിടും ജയോത്സവത്തിന് ജ്വലാരവും. ഈ മരുവിലൻ ക്ലേശമഖിലവും തീർന്നിടും ജയോത്സവത്തിനു ജ്വലാരവും. കാണുമൻ കണ്ണുകൾ കേൾക്കുമൻ കാതുകൾ ആരാൽ വർണ്യമോ ആസുദിനത്തിൽ. കാണുമൻ കണ്ണുകൾ കേൾക്കുമൻ കാതുകൾ ആരാൽ വർണ്യമോ ആസുദിനത്തിൽ. കാഹളം മുഴങ്ങിടും ദൂതരാർത്തു പാടിടും കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. ദൈവ കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. കാഹളം മുഴങ്ങിടും
സമീപേ ദൈവ കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ ശുദ്ധരന്നുയർത്തിടും ഹല്ലേലൂയ പാടിടും ശുദ്ധരന്നുയർത്തിടും ഹല്ലേലൂയ പാടിടും വല്ലഭന്റെ തേജസ്സന്നിലും വിളങ്ങിടും വല്ലഭന്റെ തേജസ്സന്നിലും വിളങ്ങിടും കാഹളം മുഴങ്ങിടും ദൂതരാത്തു പാടിടും കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ ദൈവ കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ കാഹളം മുഴങ്ങിടും ദൂതരാത്തു പാടിടും കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ ദൈവ കുഞ്ഞാട്ടിൻ കല്യാണം വന്നു സമീപേ. ഈ ദിവസത്തിൽ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാനെത്തി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച സഹോദരൻ ജോഷി ജോർജ് പത്തനാപുരത്തിനോടും ഗാനങ്ങൾക്ക് മനോഹരമായ പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ മെനൻ ജോൺ കൊട്ടാരക്കരയോടും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ഇതിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയും നിങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്, ഈ ശുശ്രൂഷ ഏതാണ്ട് 100-ലധികം പേജുകളിൽ ഇത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ക്രിസ്തീയ ഗ്രൂപ്പുകളുണ്ട്, അപ്പോൾ തന്നെ വാർത്താ ചാനലുകളും അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരെ എത്തിക്കുന്നുണ്ട്. ഏറ്റവും സന്തോഷപ്പെടുന്ന കാര്യം, കൊട്ടാരക്കര ന്യൂസ് വരെ ഈ പ്രോഗ്രാം ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. അനേകർ ഇത് കേൾക്കുവാനും കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ആളുകൾ ധാരാളമായി എത്തപ്പെടുവാനും ഇടയാകേണ്ടതിന് കാരണമാക്കി തീർക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം കേട്ടതുപോലെ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു. കാഹളധ്വനി കേട്ട് ദൈവസനിലേക്ക് എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരായ ആളുകൾ കർത്താവിൻ്റെ കാന്തയാണല്ലോ. അവൻ്റെ കാന്തയായ മണവാട്ടിയായ നാം എല്ലാവരും ചേർന്ന് അവൻ്റെ സൗധത്തിലെത്തുമ്പോൾ നമ്മുടെ കാന്തനായ കർത്താവിനെ കണ്ട് എന്നും ആനന്ദിക്കുന്ന ദിവസം വരാൻ പോവുകയാണ്. സന്തോഷം അനുഭവിക്കുന്ന ദിവസം വരാൻ പോവുകയാണ്. ഈ ലോകത്തിലെ കണ്ണീരും മാറി, ദുഃഖം മാറി, വേദന മാറി, മരണം മാറി, എല്ലാ നാളും കർത്താവിൻ്റെ പാദത്തിലിരുന്ന് അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നിത്യ യുഗായുഗമായ കാലത്തിൻ്റെ ആരംഭത്തിൽ നാം എത്തുവാൻ പോവുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ തലകളെ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഈ ചെറിയ മൊബൈലിൻ്റെ സഹായത്തിലായിരിക്കും ഒരുപക്ഷെ ഈ ശുശ്രൂഷ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഹോദര സഹോദരി, നിന്നോടുള്ള സന്ദേശമാണ് ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ചത്. ഞങ്ങൾ പാടിയ ഗാനങ്ങളിലും ഞങ്ങൾ പറഞ്ഞ സന്ദേശത്തിലുമൊക്കെ അടങ്ങിയിരുന്ന ഏക കാര്യം, ഒരു രക്ഷിതാവുണ്ട്. പാപികൾക്ക് വേണ്ടി സ്വന്തം ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത രക്ഷിതാവ്, സ്വർഗ മഹിമകളെ ഉപേക്ഷിച്ച് താണഭൂമിയിൽ വന്ന രക്ഷിതാവ്, എല്ലാവരുടെയും പാപത്തിന് പരിഹാരത്തിനായി കാൽവരിയിൽ ക്രൂശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞ് മരിച്ച, രക്തം ചിന്തിയ രക്ഷിതാവ്. സഹോദര സഹോദരി, നിനക്ക് വേണ്ടി കൂടിയാണ് അവൻ കാൽവരിയിൽ മരിച്ചത്. നിന്റെ പാപത്തിന് വേണ്ടിയാണ് കർത്താവ് കാൽവരിയിൽ മരിച്ചത്. നിന്റെ ദുഃഖങ്ങളെ നീക്കുവാൻ, നിന്റെ നിരാശ നീക്കുവാൻ, നിന്റെ സങ്കടങ്ങളെ നീക്കുവാൻ, നിന്റെ വേദനയെ മാറ്റുവാൻ ഈ കർത്താവിന് കഴിയും. അവൻ്റെ അടിപ്പിണരാൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വായിക്കുന്ന പോലെ ഇന്ന് രാത്രിയിൽ നിന്റെ ഹൃദയ കർത്താവിനെ വിട്ടുകൊടുക്കുമോ?
ഈ കേട്ട ഗാനങ്ങളിലും സന്ദേശങ്ങളിലും നിന്റെ രക്ഷയ്ക്കായുള്ള പ്രബോധനമുണ്ട്. നിനക്ക് വേണ്ടി ജീവിക്കുന്ന രക്ഷിതാവുണ്ട്. നിന്നെ തള്ളിക്കളയാത്ത രക്ഷിതാവുണ്ട്. എല്ലാവരും ഉപേക്ഷിച്ച് നിയകനായി കഴിയുന്നവനാണെങ്കിൽ, മുമ്പിൽ മരണം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ, നാളെ എന്ത് എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് കഴിയുന്ന ആളാണെങ്കിൽ, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആളാണെങ്കിൽ, രോഗിയായി കഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്ന ആളാണെങ്കിൽ, ലോകവൈദ്യന്മാർ നിന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ നിന്നെ തള്ളിക്കളയാത്ത രക്ഷിതാവുണ്ട്. നിന്നെ സൗഖ്യമാക്കുവാൻ അവന് കഴിയും. നിന്റെ പാപരോഗത്തിന് സൗഖ്യം വന്നാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ മതിയായ രക്ഷിതാവുണ്ട്. ഇന്ന് രാത്രി ഹൃദയം വിട്ടുകൊടുക്കുമോ? ഒരു നിമിഷം നിന്റെ കണ്ണുകളെ അടച്ചിരിക്കുമ്പോൾ, യേശു കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു, അങ്ങയുടെ മകനായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് ഒരു ചെറു പ്രാർത്ഥനയോടെ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചാൽ ഈ രാത്രി നിന്റെ ജീവിതത്തിൽ സന്തോഷപ്രദമായി തീരും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ ആശ്രയിച്ച് ചില ഗാനങ്ങൾ ഇവിടെ പാടുകയുണ്ടായി. കർത്താവോട് ദാസന്മാർക്ക് അതിന് ശക്തി കൊടുത്തു, ബലം കൊടുത്തു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചാണ് ഞങ്ങൾ ചെയ്തത്. കർത്താവെ, ഞങ്ങൾക്ക് പ്രതീക്ഷ മറ്റൊന്നുമില്ല. ഞങ്ങളുടെ സമശിഷ്ടങ്ങളായ സഹോദരി സഹോദരന്മാർ അവർ കർത്താവിലേക്ക് ആദായപ്പെടണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ രാത്രി കർത്താവെ, വേദനയിലും സങ്കടത്തിലും കഴിയുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവരുടെ കണ്ണീരിനെ മാറ്റണമേ. അവർക്ക് ബലം നൽകണമേ. ഉള്ളിൽ ശക്തി നൽകണമേ. കർത്താവെ, അവർ രോഗിയാണെങ്കിൽ അവരുടെ രോഗത്തിന് സൗഖ്യം നൽകണമേ. കർത്താവെ, അവരുടെ മാറാരോഗത്തെ മാറ്റി നല്ല വൈദ്യനായി അവിടുന്ന് അവരെ സഹായിക്കണമേ. അതിലൂടെ കർത്താവിലേക്ക് വരുവാൻ അവരെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിരാശയിൽ കഴിഞ്ഞ് മരണം മാത്രം മുന്നിൽ കണ്ട് ആയിരിക്കുന്ന ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നുവെങ്കിൽ കർത്താവേ, അവരോട് കർത്താവ് ഈ രാത്രിയിൽ വാസ്തവമായി ഇടപെടണമേ. അവരുടെ മനം തിരിഞ്ഞ് മരണത്തെ വിട്ടുകളഞ്ഞ് കർത്താവിലേക്ക് വരുവാൻ ഇടയാക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് എല്ലാവരെയും മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. മഹത്വമെല്ലാം കർത്താവിന്, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ശ്വാസവും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകമെമ്പാടും കർത്താവിന് വരവിനെ കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നും ദേഹിക്കും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.